10 വർഷത്തിന് ശേഷം ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ മെയ് 25 മുതൽ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അക്കൌണ്ടിലെത്തിയില്ല. LDF സർക്കാരിന്റെ കാലത്ത് വിശേഷ ദിവസങ്ങളിൽ മുൻകൂറായി പണം നൽകിയിരുന്നു. 18 മാസം പെൻഷൻ മുടക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നും CPM ആരോപിച്ചു. ഇപ്പോൾ ഒരു വസ്തുത കൂടി CPM പറയുകയാണ്. 10 വർഷത്തിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ ദിനം എന്നുള്ള കാര്യമാണ് CPMന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ വിശേഷ അവസരമാണ് ബക്രീദ്. പക്ഷേ ആ അവസരത്തിൽ പോലും പെൻഷൻ ഉറപ്പാക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞില്ല. 25-ാം തീയതി മുതൽ പെൻഷൻ നൽകുമെന്ന് VD സതീശൻ പ്രഖ്യാപിച്ചെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൌണ്ടിൽ പണം എത്തിയിട്ടില്ല എന്നാണ് CPM ആരോപിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് ഓണം, ക്രിസ്മസ്, ചെറിയ പെരുന്നാൾ തുടങ്ങി മലയാളികളുടെ എല്ലാ വിശേഷാവസരങ്ങളിലും മുൻകൂറായി തന്നെ പെൻഷൻ ഉറപ്പാക്കിയിരുന്നു. കഴിഞ്ഞ വിഷുവിനടക്കം 2 മാസത്തെ പെൻഷനാണ് ആളുകളിലേക്ക് എത്തിച്ചത്. 18 മാസത്തെ പെൻഷൻ മുടക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിലേക്കുള്ള തിരിഞ്ഞുപോക്കിന്റെ തുടക്കമാണ് ഇതെന്നാണ് ആളുകൾ പറയുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയവരാണ് നിലവിൽ പെൻഷൻ പോലും കൃത്യമായ ആളുകളിൽ എത്തിക്കാത്തത് എന്നുള്ള വിഷയം CPM ഉയർത്തി ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണ് നിമിഷ. CPM പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിലൊരു വസ്തുത എന്താണ്? ക്ഷേമ പെൻഷൻ ലഭിച്ചില്ല ആളുകൾക്ക് ഇതുവരെയും, അഥവാ ലഭിച്ചില്ലെങ്കിൽ അതിലെ പ്രതിസന്ധി എന്താണ് സേഫ്? അത് അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണോ അതോ കേന്ദ്രത്തിൽ നിന്ന് വായ്പ എടുക്കുന്ന പണം കിട്ടാത്തതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പല ആൾക്കാർക്കും പണം കിട്ടിയിട്ടില്ല. നേരിട്ട് കൈമാറുന്ന രീതി നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ രീതി സർക്കാർ പിന്തുടരുന്നുണ്ടോ എന്ന സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പെൻഷൻ പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്.